ഒത്തിരി സ്നേഹത്തോടെയും ഒത്തിരി അഭിമാനത്തോടെയും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ശാലോം ജാഗരണ പ്രാർത്ഥനയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ രാത്രി ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങേണ്ട രാത്രിയാണ്. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ദൈവം ഒരുക്കിയ ഒരു രാത്രി. ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നമ്മെ കാത്തിരിക്കുന്ന ഒരു രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ ദൈവമായ കർത്താവ് കാത്തിരിക്കുന്നത്? നിന്നെ ഒന്ന് കാണാൻ, നിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ, നിന്നെ ഒന്ന് തൊടാൻ, ഒന്ന് അനുഗ്രഹിക്കാൻ ദൈവമായ കർത്താവ് കാത്തിരിക്കുന്ന രാത്രി ശാലോം ജാഗരണ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവം കർത്താവ് യേശുക്രിസ്തു ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ തൻ്റെ മക്കളെ കാത്തിരിക്കുന്നു. തന്നെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് ദൈവം ആരായുന്ന ഒരു രാത്രി. പെരുവണ്ണാമൂഴിയിൽ മാത്രമല്ല, കോഴിക്കോട് മാത്രമല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനുള്ള ലക്ഷക്കണക്കിന് വ്യക്തികളെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രി. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു, ഈ രാത്രി നിനക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രി ആയിരിക്കും. ഈ രാത്രി നിനക്കൊരു വിമോചനത്തിൻ്റെ രാത്രി ആയിരിക്കും. ഈ രാത്രി നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന ഒരു രാത്രി ആയിരിക്കും. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന രാത്രി ആയിരിക്കും. അനേക വർഷമായി നിലവിളിക്കുന്ന നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു രാത്രി, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു രാത്രി, നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കുന്ന രാത്രി. പ്രൈസ് ദി ലോർഡ്. നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ചോദിക്കുന്നു, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വലതുകരം ഉയർത്തി വീണ്ടും പറയാം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, വിശ്വസിക്കണം. അവൻ വാക്കുമാറ്റാത്ത ഒരു ദൈവമാണ്. അവൻ വാക്കുമാറ്റാത്ത ഒരു ദൈവമാണ്. തൻ്റെ മക്കളെ കാത്തിരിക്കുന്ന ഒരു സൃഷ്ടാവ്, തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുനീരൊക്കെ തുടയ്ക്കാം. ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രതീക്ഷിക്കാം. നമ്മുടെ കുടുംബത്തിലേക്ക് ഇന്ന് ഈശോയെ ക്ഷണിക്കണം. നമ്മുടെ കുടുംബത്തിന് നാഥനായി ഇന്ന് ഈശോ കടന്നു വരണം. നമ്മുടെ മക്കളെ അവിടുന്ന് ആശീർവദിക്കണം. നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ഈശോ സുഖപ്പെടുത്തണം. നമ്മുടെ ഭവനത്തെ ഈശോ ഒന്ന് ക്രമീകരിക്കണം. എന്തെല്ലാം വേദനകളുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട്, എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ട്, എന്തെല്ലാം അലച്ചിലുകളുണ്ട്. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്. എവിടെയാണ് അനുഗ്രഹം ആവശ്യമുള്ളത്, എവിടെയാണ് സൗഖ്യം ആവശ്യമുള്ളത്, അങ്ങോട്ടൊക്കെ ഒന്ന് ഈശോ ക്ഷണിക്ക്. ആരോടും പറയാത്ത ഒത്തിരി നൊമ്പരങ്ങളില്ലേ? ആർക്കും അറിയത്തില്ലാത്ത ഒത്തിരി വേദനകളില്ലേ? പക്ഷേ അതും കർത്താവ് കാണുന്നു. പതിനമ്പരയുടെ കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അവിടുന്ന് കാണാത്തതായി ഒന്നും എൻ്റെ ജീവിതത്തിലില്ല, നിന്റെ ജീവിതത്തിലില്ല. എല്ലാം അവിടുന്ന് കാണുന്നു. അതിനാൽ ഈ രാത്രി പ്രിയമുള്ളവരെ, നമുക്ക് ആ കരങ്ങളിൽ നിന്ന് അനുഗ്രഹം ഒന്ന് പ്രതീക്ഷിക്കാം. നീ നിന്നോട് തന്നെ പറയണം, ഈ രാത്രിയിൽ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിക്കും. ഈ രാത്രിയിൽ ഈശോ എന്നെ സുഖപ്പെടുത്തും. ഇതാ ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഈ പ്രതികൂലങ്ങൾ, ഈ ആവശ്യങ്ങൾ, ഈ നിയോഗങ്ങൾ ഈ രാത്രിയിൽ എൻ്റെ ഈശോ കാണും എന്ന് നീ നിന്നോട് തന്നെ പറയണം. നീ നിന്നോട് തന്നെ പറയണം, ഈ രാത്രിയിൽ എൻ്റെ ഭവനത്തെ ഈശോ ക്രമീകരിക്കും. ഈ രാത്രിയിൽ എൻ്റെ മക്കളെ ഈശോ അനുഗ്രഹിക്കും.
എൻ്റെ ജീവിത പങ്കാളിയെ ഈ രാത്രിയിൽ എൻ്റെ കർത്താവ് സുഖപ്പെടുത്തും. എൻ്റെ ബാധ്യതകൾ ഈശോ കാണുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി അവിടുന്ന് ഈ രാത്രി തുറന്നു തരും. നമുക്ക് പരിപൂർണമായും ഒന്ന് ദൈവത്തിൽ ആശ്രയിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം യെശയ്യാ പുസ്തകം 26 അധ്യായത്തിൻ്റെ 3-4 തിരുവചനം ഇപ്രകാരം പറയുകയാണ്: അങ്ങയിൽ ഹൃദയമർപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. നിന്റെ ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങിൽ ഹൃദയമർപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന് തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങിൽ ആശ്രയിച്ചിരിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈശോ ഇന്ന് നമുക്ക് നൽകുന്ന വചനം. ഈ വചനത്തെ നമുക്കൊന്ന് സ്വന്തമാക്കാം. നമുക്ക് ഒരു കരം ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച്, വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം നമുക്കൊന്ന് ഏറ്റുചൊല്ലാം. യെശയ്യാ 26:3-4. യെശയ്യാ 26:3-4. അങ്ങിൽ ഹൃദയമർപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. വീണ്ടും പറ്റി പറയാം: അങ്ങയിൽ ഹൃദയമർപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനും പറയുകയാണ്: ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിച്ചു പോകാത്ത, ആശ്രയിക്കാൻ പറ്റിയ ഒരു പാറയാണ് ദൈവമായ കർത്താവ്. പാറയിൽ മാറ്റമില്ല, അത് ശാശ്വതമാണ്. അതേപോലെ ദൈവത്തിൽ ഹൃദയമർപ്പിച്ചിരിക്കുന്നവനെ അവൻ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. കാരണം എന്താണ്? അവൻ അങ്ങയിൽ ആശ്രയിച്ചിരിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. ഹല്ലേലൂയ. ഈ വചനം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അവനെ ഒരു അഭയശില പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി, അവനിൽ ആശ്രയിക്കുന്നതിന് ഫലമായി ശാശ്വതമായ സമാധാനം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറണം. കർത്താവിനോട് പറയാണ്: അങ്ങയിൽ ആശ്രയിക്ക്. കാരണം എന്താ? ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിന്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ശാശ്വതമായ അഭയശില ദൈവമായ കർത്താവ്. ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിക്കുവിൻ. ആശ്രയിക്കുന്നവനെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. 2 കാര്യങ്ങൾ നമുക്കൊന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. അത് കർത്താവിൽ നമ്മൾ ആശ്രയിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. ആശ്രയിക്കുന്നതിൻ്റെ അടയാളമാണ്. ദൈവമായ കർത്താവിനെ ഞാൻ ആശ്രയിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. കരങ്ങൾ 2 ഉയർത്തിപ്പിടിച്ച്, ഒന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് എൻ്റെ അപേക്ഷയായ കർത്താവിനെ നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. നിന്റെ സ്വരം ഈശോ കേൾക്കട്ടെ. നിന്റെ സ്വരം ദൈവത്തിലേക്ക് ഉയരട്ടെ. നിന്റെ സ്വരം ദൈവം തിരിച്ചറിയട്ടെ. നിന്റെ സ്വരം ഈശോ കേൾക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ 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 ഹല്ലേലൂയ 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 ഈശോ 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 എൻ്റെ ആശ്രയമേ എൻ്റെ ആശ്രയമേ എൻ്റെ പ്രത്യാശയായ കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി. ഒന്ന് കരങ്ങളൊക്കെ അടിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ഒന്ന് ആശ്രയിച്ച് അവൻ്റെ വഴികളിലൂടെ ഒന്ന് യാത്ര ചെയ്ത് ആ ദൈവത്തെ നമുക്കൊന്ന് പാടി ആരാധിക്കാം. സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അടുത്തേക്ക് നാളെയൊക്കെ ഒന്ന് നോക്കി ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അറിയാവുന്ന പാട്ട് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക. അവിടുന്ന് ശാശ്വതമായ അപേക്ഷയാണ്. നീ ദൈവത്തിൽ ആശ്രയിച്ചു, അതിനാൽ സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നിന്നെ നയിച്ചു. സുഖവും മനഃശാന്തിയും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധി എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധി എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകൾ അനുഗമിച്ചിടും അവനോട് ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് സന്തോഷത്തോടെ പാടാൻ നമുക്ക് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ച് ഇന്ന് നൽകാൻ പോകുന്ന അനുഗ്രഹത്തെ കണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകൾ അനുഗമിച്ചിടും അവനോട് ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസ്സിൻ ദിനമാകെ തൻ്റെ നാമമഹത്വത്തിനാ എൻ്റെ ആയുസ്സിൻ ദിനമാകെയും തൻ്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കും തിരുമ
ഉയർത്തി. ഈശോ ഹല്ലേലൂയ. ഈശോ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് 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 സന്തോഷത്തോടെ നമ്മെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന, സുഖപ്പെടുത്താൻ കാത്തിരിക്കുന്ന കർത്താവിനെ പാടി ആരാധിക്കാം. സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം, കൈയടിച്ച് പാടിടാം, ഭക്തനെ സ്തുതിച്ചിടാം. സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ പാടി ആരാധിക്കാം. സൗഖ്യം ഇറങ്ങാൻ, ശക്തി ഇറങ്ങാൻ, അഭിഷേകം ഇറങ്ങാൻ പാടാം. ഭൂമി തന്നെടുത്തറ കുലുങ്ങിടട്ടെ മോദമായി, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം, കൈയടിച്ചു പാടിടാം, ഭക്തനെ സ്തുതിച്ചിടാം. സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആർത്തുപാടി നീങ്ങിടുന്ന നീരമ്പൽ പോലെ നാം, സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം, കൈയടിച്ചു പാടിടാം, ഭക്തനെ സ്തുതിച്ചിടാം. സർവശക്തി ശബ്ദമോടെ കീർത്തനങ്ങൾ പാടിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ശാന്തമായിട്ടിരിക്കാം. യെശയ്യാ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികിലുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. കർത്താവിനെ കണ്ടെത്താൻ പറ്റുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികത്തുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. പ്രിയമുള്ളവരെ, നൈറ്റ് വിജിലിലൂടെ കർത്താവ് ആയിരങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്, ആയിരങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ വ്യക്തികൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളെ, വ്യക്തികളെ ഒക്കെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ ഈ നൈറ്റ് വിജിലിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് വന്ന അനേക സാക്ഷ്യങ്ങളിലെ തിരഞ്ഞെടുത്ത 2-3 കത്തുകളുണ്ട്. അതിലൊരു കത്ത് ഇപ്രകാരം വായിക്കാം. ഏറ്റുമാനൂരിൽ നിന്ന് ഫിലോമിന മാത്യു എന്ന ഒരു സഹോദരി ഇങ്ങനെ ഒരു സാക്ഷ്യം എഴുതിയിരിക്കുകയാണ്. ഞാൻ ഫിലോമിന മാത്യു ജാഗരണ പ്രാർത്ഥന വഴി ലഭിച്ച ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഞങ്ങളുടെ മൂത്ത മകൻ വിവാഹം കഴിഞ്ഞ് 12 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞങ്ങൾ ഈ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ശാലോമിൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി 21 ജനുവരി 31 എൻ്റെ മകന് ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈശോ ചെയ്ത ഈ വലിയ അത്ഭുതത്തിന് ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഒപ്പം പ്രാർത്ഥിച്ച ശാലോം ടീമിനും 1000 നന്ദി അറിയിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 12 വർഷമായി വൈദ്യശാസ്ത്രത്തിൻ്റെ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പ്രാർത്ഥിച്ചു, ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച് സാക്ഷ്യപ്പെടുത്തിയാണ്. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെന്ന് പറയാം. കരങ്ങളടിച്ച് കർത്താവ് എനിക്കിപ്പോൾ ഇങ്ങനൊരു സന്ദേശം നൽകുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരിൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. ആ വ്യക്തികൾ ഇപ്പോൾ ടി വിയുടെ മുമ്പിൽ, ഈ നൈറ്റ് വിജിലിന് മുമ്പിൽ മുട്ടുമേൽ നിൽക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത ദമ്പതികൾ ഈ സമയങ്ങളിൽ വീടുകളിൽ മുട്ടുമേൽ നിന്ന് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. ഫിലോമിന എന്ന ഈ സഹോദരിയുടെ പ്രാർത്ഥന കേട്ട് മകന് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ച കർത്താവ് ഈ രാത്രി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് കർത്താവ് വാഗ്ദാനം നൽകുന്നു. പ്രിയമുള്ളവർ, നമുക്ക് ഒന്ന് കണ്ണുകളടയ്ക്കാം. വിശ്വാസത്തിൻ്റെ ഒരു പ്രാർത്ഥന ഈ രാത്രിയിൽ ലോകത്തിന് അനേക രാജ്യങ്ങളിൽ, അനേക സ്ഥലങ്ങളിൽ സൃഷ്ടാവ് സൃഷ്ടി ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. വിവാഹം കഴിഞ്ഞ് 2 വർഷം, 5 വർഷം, 10 വർഷം, 15 വർഷം, 20 വർഷം, 25 വർഷം, ദൈവത്തിനെല്ലാം സാധിക്കും. വിശ്വസിക്കണം. ഈ രാത്രിയിൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ശിരസിൽ അവിടുത്തെ കരങ്ങൾ വയ്ക്കും. നിന്റെ ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ നിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റും. ഈ രാത്രി നിന്റെ ദൈവമായ കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി നിന്റെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് ഈശോ വാക്ക് പറയുന്നു, വാഗ്ദാനം നൽകുന്നു. വലുതുവരെ ഉയർത്തിപ്പിടിച്ച് നമുക്കൊരു നിമിഷം വിശ്വാസത്തിൻ്റെ ഈ പ്രാർത്ഥന. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതികളെയും ഈ രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിന് ശക്തി ഈ രാത്രിയിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളോട് എല്ലാ തടസ്സങ്ങളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. യേശു നാമത്തിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹമായി തീരട്ടെ. യേശു നാമത്തിൽ കണ്ണുനീർ തുടയ്ക്കപ്പെടട്ടെ. യേശു നാമത്തിൽ സൃഷ്ടി സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, യേശു
നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സർവാധിപത്യമുള്ള യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. കൈയടിച്ച് ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ